ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സോദി കുക്കീസ് യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ്. കുക്കിംഗ് പാർട്ട് മാത്രം. അപ്പോൾ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയൊക്കെയാണ്. ഞാൻ എന്നും അങ്ങനെ കുക്കൊന്നും ചെയ്യാറില്ല ഇവിടെ. അപ്പം നമ്മൾ കുക്ക് ചെയ്ത കുറച്ച് റെസിപ്പീസും കാര്യങ്ങളെല്ലാം മുന്നോട്ടേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ തോന്നിയ കുറച്ച് റെസിപ്പീസും കാര്യങ്ങളെല്ലാം ഇന്ന് കാണിക്കാൻ പോകുന്നത്. ബൈ ദ വേ, ഞങ്ങളെ പരീക്ഷണങ്ങളെല്ലാം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കഴിക്കാറുള്ളൂ. അമ്മ അച്ഛനും വലുതായിട്ട് അതിലോട്ട് വരാറില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണിയെല്ലാം വേഗം കഴിയും. അങ്ങനെ ചായയും കൂടി ഇട്ടപ്പോൾ പരിപാടി കഴിഞ്ഞു. അത് ലുട്ടാപ്പിയാണ് ഇവിടുത്തെ മെയിൻ താരം. തത്തമ്മയാണ്. ഹ്യൂമൻസുമായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്ന ഒരു ടൈപ്പാണ് ഇവൻ. അവനുമായിട്ട് കളിക്കുന്ന ഒരു സീൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ പോണ്? കുഞ്ഞ് എവിടെ പോണ്? നോക്കിയാണ് എന്തിനാണത്? ഇത് ഇവിടുത്തെ പൂച്ചക്കുട്ടിയാണ്. ഇവൻ്റെ പേര് സായിപ്പൂട്ടി. നല്ല വെളുവിളായിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഇവന് പേരിട്ടേക്കുന്നത്. ഇവർ രണ്ടുപേരാണ് ഇവിടുത്തെ മെയിൻ ക്യാരക്ടേഴ്സ്. തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ പൊടിപ്പിക്കാനൊക്കെ ആയിട്ട് മുളകും സംഭവങ്ങളും എല്ലാം ഉണക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിച്ചപ്പോൾ ഇന്ന് നമുക്ക് മീൻ കിട്ടിയത് ട്യൂണയായിരുന്നു. വെച്ചിട്ടൊരു സ്പെഷ്യൽ ഒരു ഡിഷ് ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റൊക്കെ പോലെ. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ട് ഞാനൊരു ഡിഷ് ട്രൈ ചെയ്തു. ഏകദേശം സെറ്റായി. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചു. അതെല്ലാം കൂട്ടിയിട്ട് ഇവന് മുളക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല എരിയുള്ള മുളക് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇവന് ഏറ്റവും ഹൈലൈറ്റ് ഇവനെ കുളിപ്പിക്കുന്നതാണ്. എല്ലാ ദിവസവും കുളിക്കലാണ് ഇവൻ്റെ മെയിൻ. കുളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും എല്ലാം ആയിരിക്കും. അതും അമ്മ തന്നെ കുളിപ്പിക്കുകയോ വേണം. മതി, സിക്സ് പാക്ക് ഒക്കെ വെളി വന്നു. വലിയതായിട്ട് നീങ്ങി. കുറച്ച് ദിവസമായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങൾ വാങ്ങിച്ച് വെച്ചതായിരുന്നു ബിസ്ക്കറ്റ്സും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിങ്. അപ്പോൾ അതും ഒരു പരീക്ഷണമാണ്. അതിൽ ഞാൻ ഫസ്റ്റ് നമുക്ക് ചോക്ലേറ്റ്സ് എല്ലാം മെൽറ്റ് ചെയ്തെടുത്ത് ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഇട്ട് പാൽ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. പാലെല്ലാം നമുക്ക് ബോയിൽ ചെയ്ത് അതിലോട്ട് കുറച്ച് കട്ടി കൂട്ടാൻ കോൺഫ്ലോറും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് 2 സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് വറ്റി വരണം. എന്നിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഹോർലിക്സും ഫസ്റ്റ് നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്തേക്കുന്ന ബോർബണും മാരിഗോൾഡും കോഫിയും പാലും മിക്സ് ചെയ്ത് നമ്മൾ ഇതിൽ മാരിഗോൾഡ് ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാനേ. ബിസ്ക്കറ്റ്സ് ഡിപ്പ് ചെയ്ത് വെച്ച് അടിയിൽ മാരിഗോൾഡും മേളിൽ ബോർബണും നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ് അങ്ങനെ ഇതിലോട്ട് മിക്സർ ഒഴിക്കാവേ. അപ്പോൾ ആ മിക്സർ ലെയർ ചെയ്ത്, ഇപ്പം ഞാൻ ലെയർ ചെയ്ത് ഒഴിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഒരു ലെയർ ഒഴിച്ച് പിന്നെ അതിൻ്റെ മേളിൽ നേരത്തെ ചെയ്ത പോലെ ബിസ്ക്കറ്റ് ടോപ്പിങ്സ് മാരിഗോൾഡും ബോർബണും പിന്നെ ഒരു ലെയർ സെറ്റ് ചെയ്ത് പിന്നെ ലാസ്റ്റ് ഫൈനൽ ലെയർ മിക്സ്ചർ ഒഴിച്ചാണ് അതിൻ്റെ മേളിലോട്ട് കുറച്ച് ബിസ്ക്കറ്റ്സ് പൊടിച്ചതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഫുൾ സെറ്റായി. ഇനി നമ്മളിതൊരു 5 to 6 hours ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അപ്പോൾ ഇത് സെറ്റായി വരും. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മളത് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ ഡൺ, സെറ്റ്. പിന്നെ ബിസ്ക്കറ്റ്സും ചോക്ലേറ്റ് ഫ്ലേവറും ഉള്ളത് കൊണ്ട് ഫ്ലോപ്പ് ആവില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്തായാലും നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിച്ചു. കണ്ണ് തെറ്റിയാൽ ഇവൻ കട്ടിലിൻ്റെ അടിയിൽ കയറും. അങ്ങനെ കയറിയിട്ട് ഇവനെ പുറത്തിറക്കാൻ ഭയങ്കര പാടാണ്. ഇത് നെക്സ്റ്റ് റെസിപ്പി ആയിരുന്നു. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. പാവ് ഭാജി റെസിപ്പി. അപ്പോൾ പാവ് ഭാജി ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ മിക്സ്ചർ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതും അരച്ച ഗ്രേവി. ഇത് നമ്മൾ ഇതേ സെയിം മസാല തന്നെയാണ് അത് നമ്മൾ അരച്ചെടുക്കുന്നത്. അത് കുറച്ച് ബീറ്റ്റൂട്ട്
അധികം ഇട്ട് അതുകൊണ്ടാണ് അതൊരു കളർ കിട്ടിയത്. പാവ് ബജീര പാവ് ഇതാ ഇവിടെ പൊരിച്ചു വെച്ചേക്കുന്നു ഗൈസ്. ബട്ടറിൽ ജസ്റ്റ് ബ്രെഡ് പൊരിക്കുന്ന പോലെ അതിൻ്റെ ബന്ന് വേറെ ഷേപ്പ് ഇരിക്കുന്ന ബന്നായിരുന്നു, അത് പൊരിച്ചു വെച്ചിരിക്കുന്നു. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഗ്രേവി ഓഫായില്ല, ഓഫാകട്ടെ. സീസ് ദ ഗ്രേവി കുറേ ഉണ്ട്, ഇത് രണ്ടുപേരും എങ്ങനെ തീർക്കോ എന്തോ. So guys, that's the end of the vlog today, and ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ചു and it was good. So thank you so much for watching, and വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, and keep on watching for more videos. അതുവരേക്കും bye.